Hello guys, welcome back to our channel. അപ്പോൾ ഞങ്ങളിപ്പോൾ ലുധിയാനയില. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അമൃത്സറിലോട്ട് പോകാൻ. അതിന് മുന്നേ ഒരു ഫ്ലവർ ഫാം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതൊന്ന് നോക്കണം. പോകുന്ന വഴിയാണെങ്കിൽ കയറിയിട്ട് പോകാമെന്ന് കണ്ട. അപ്പോൾ നേരിട്ടിപ്പോൾ നേരെ വെളുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ രാത്രി കാണിച്ചു അവിടെ. ഇതേ ഞാൻ പറഞ്ഞത് ഡോക്ടറിൻ്റെ എന്തോ വീടാണെന്ന്. ഭയങ്കര വലിയൊരു വീടാണ് കേട്ടോ. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ തിരക്കായി തുടങ്ങുന്നത് കേട്ടോ. 10 മണിയായി. അപ്പോൾ നമുക്ക് അമൃത്സറിലേക്ക് ഇനിയപ്പം ഒരു 2 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഞാനോർത്ത് ചെറുക പോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് 8 മണിയായി. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക ഇവിടുന്ന്. നമ്മളിപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് കട നോക്കിയേ. അപ്പം നമുക്കൊരു ഷോപ്പ് കിട്ടിയായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു എത്ര സമയമുണ്ട്? 4 മിനിറ്റ്. ഇപ്പം നമ്മൾ ഇറങ്ങി കുറച്ച് നേരമായി. അപ്പം ഇനി ഒരു 4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി നോക്കാം. അവിടെ നമ്മൾ ദോശയൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ദോശയൊക്കെ ഉണ്ടെന്ന് കണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് പോകും. കാരണം നമ്മളിവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഫുഡ് കിട്ടത്തില്ല. ചിലപ്പോൾ ഇവരുടെ ഏതാ നല്ലതെന്ന് അറിയത്തില്ല. പിന്നെ ചിലതൊക്കെ ഭയങ്കര എണ്ണയായിരിക്കും. പിന്നെ ഈ ഗോതമ്പ് മൈദയൊന്നും ഇവക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവക്ക് കഴിക്കാൻ പറ്റുന്നത് കിട്ടത്തുമില്ല. അപ്പം പിന്നെ സൗത്ത് ഇന്ത്യൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ട. ഇവിടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ദോശ ഇഡലി ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ചോറ് പ്ലെയിൻ റൈസ് തന്നെ കിട്ടത്തില്ല. നമ്മൾ ഇന്നലെ കുറേ ചോദിച്ചു. വെജ് ബിരിയാണി കിട്ടും. ചിക്കനും വേറെ നോൺ വെജ് കിട്ടാൻ ഭയങ്കര പാടാ. പിന്നെ വെജ് ബിരിയാണി, പുലാവ്, ഇതൊക്കെ പുലാവ് ഒന്നും ഇന്നലെ കിട്ടിയില്ല. വെജ് ബിരിയാണി മാത്രം. ഇവർക്ക് കൂടുതലും നാന്, റൊട്ടികള് അങ്ങനത്തെ പരിപാടിയൊക്കെയാന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ എന്തോ ഡാൽബത്തി ചുർമ അങ്ങനത്തെ കച്ചോര അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇന്നലെ ഞങ്ങള് മേടിച്ചതും അതേലത്തെ റേറ്റ് ആയിരുന്നു. അത് പക്ഷെ നമ്മള് ഭയങ്കര എണ്ണയായത്. എനിക്ക് രാവിലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഉച്ചക്ക് ഭട്ടൂര മേടിച്ചായിരുന്നു. അത് നല്ല എണ്ണയായിരുന്നു. അങ്ങ് ചെടിക്കും നമുക്ക്. ഞങ്ങളെ അങ്ങനെ കഴിക്കാൻ ഇവിടെ ഒരു കടയിലോട്ട് വന്നു കേട്ടോ. ഇതിന്റെ പേര് ചെന്നൈ മറാത്ത എന്നാ. അപ്പോൾ ഇവിടെ കയറി കഴിക്കാമെന്ന് ഓർത്ത്. ബാക്കി ചിലതൊക്കെ അടച്ചേക്കുക കേട്ടോ. ഇതാപ്പം കട. അപ്പോൾ നമ്മളിവിടെ കയറി കഴിക്കാമെന്ന് ഓർത്ത്. ഇതാണ് കേട്ടോ കട. ഇതിൻ്റെ അകമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഓരോ പെയിൻറ്റിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല കത്തി കേട്ടോ. ഇത് കണ്ടോ, ഇഡലി ചട്നി 80, ഇഡലി സാമ്പാർ 120, 110 രൂപയൊക്കെയാണ്. 150ഒക്കെയാണ്. നമ്മളപ്പം ഫുഡ് കഴിച്ച് കേട്ടോ. ഇഡലിയും വടയും കഴിച്ച് നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമ്മുടെ പുറത്ത് തന്നെ ഇഡലി, സാമ്പാർ, പിന്നെ ചമ്മന്തി, തക്കാളി ചമ്മന്തി ഇത്ര ഉണ്ടായിരുന്നേ. നല്ലതായിരുന്നു. അപ്പം നമ്മൾ ഇനി പോകുക തിരിച്ച്. അപ്പം ഇവിടെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുക. നമ്മളപ്പം കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം അവർ നമുക്ക് കുറച്ച് ഫുഡൊക്കെ പറഞ്ഞു തന്നു കേട്ടോ ഇവിടുത്തെ. അപ്പം അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്. കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നവര്. നല്ല ഇഡലി എന്ന് വെച്ചാല് നമ്മള് നാവിലിടുമ്പോ അലിഞ്ഞു പോകുന്ന പോലത്തെ ഇഡലി ആയിരുന്നേ. അതുപോലെ കറിയാണെങ്കിലും ചട്നിയും എല്ലാം സൂപ്പർ ആയിരുന്നു. ഫുഡ് നല്ല സൂപ്പർ ആയിരുന്നു. അതെ, നമ്മള് നോർത്ത് ക്രോസ് ചെയ്തപ്പം തൊട്ട് ഫുൾ ഇങ്ങനെ കേട്ടോ. ഇഡലി ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ള ഭയങ്കര വില എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിനൊക്കെയാണ് 2 ഇഡലിക്ക് 100 രൂപ. അങ്ങനെയാ. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഇവിടെ ലാഭമായിരുന്നു 80. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. വൺ വേ ആ കേട്ടോ. പക്ഷെ വൺ വേ എന്ന് പറഞ്ഞിട്ട് ദേ വണ്ടി വരുന്നു. പോലീസാട്ടോ. ഇതിന്റെ മണ്ടയൊക്കെ കണ്ടോ ഫുള്ള് കവർ ചെയ്ത്. അല്ല, വേറെ വണ്ടികൾ വരുന്നുണ്ടല്ലോ. വൺ വേ എന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും വരുന്നുണ്ട്. അവിടെ വൺ വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എല്ലാ വണ്ടിയും വരുന്നുണ്ട് ഇതിൽ. ഇനി അവർ 2 വേ ആക്കിയപ്പോ അതെടുത്ത് കളയാൻ മറന്നുപോയതാണ്.
റോഡിൽ പോയ നനയും. കണ്ടു ഇപ്പൊ നമ്മള് സാധാ റോഡിലേക്ക് ഇവിടെ റോഡൊക്കെ ഇച്ചിരി മോശമുണ്ട് ഈ വഴി. സൈഡിലൊക്കെ വീടുകളാണ്. ഇവരുടെ വീടല്ല ഇങ്ങനെ റോഡിനോട് ചേർന്നാണ്. അധികം ചില വീടിനൊക്കെ കോമ്പൗണ്ട് ഒക്കെ കാണത്തുള്ളൂ, അതിനൊന്നും ഒട്ടും കോമ്പൗണ്ട് ഇല്ല. കണ്ട ഇവിടുത്തെ പോലീസ് അല്ലേ? ആ പോലീസ് യൂണിഫോം. നമ്മളപ്പോ ഒരു ഫ്ലവർ ഫാം കാണാൻ വേണ്ടി വന്നായിരുന്നു, പക്ഷെ അവിടെ ഫ്ലവർ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പം തുറക്കുമായിരിക്കും. ഇപ്പം പൂവുള്ള സീസൺ അല്ല, ചെടി മാത്രമേ ഉള്ളൂ, ഫ്ലവർ ഒന്നും ഇല്ല. അപ്പൊ നമ്മള് ഇനി ഫ്ലവർ ഫാം എങ്ങും കാണത്തില്ല, കാരണം സീസൺ കാണിക്കുന്ന ഫെബ്രുവരി ടു ഏപ്രിൽ. അപ്പം ഈ ടൈമിൽ ഫ്ലവർ ഒന്നും കാണത്തില്ല. ഈ ഫ്രണ്ടിലോട്ടുള്ള വഴി കണ്ടോ, നല്ല രസം. രണ്ട് സൈഡിലും മരവും. ഇതൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ കുറെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടുന്ന് പാട്ട് കേൾക്കുന്നല്ലായിരിക്കും. ഇത് രണ്ട് സൈഡ് ഇങ്ങനെ മരം. ഇത് അവിടെ കണ്ട കടുക്. ശരിയാ, കടുകിന്റെ ഫാം ഉണ്ട് അവിടെ. മഞ്ഞപ്പൂ കാണാം. ലാൻഡ് ഡെവലപ്പർ. പക്ഷെ അവിടോട്ടൊന്ന് പോകാൻ ഇവിടെ നിർത്താനൊരു വഴി ഒപ്പില്ലല്ലോ. കയറ് കെട്ടിയൊക്കെ ഇവിടെ. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട്, പുല്ലൊക്കെ നട്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം, കിട്ടുമായിരിക്കും എവിടെയും. ഇത് കണ്ടോ, ഇതൊരു പാടമാണ്. കണ്ടോ, ഇവിടെ നടുക്കൊരു വീടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സൈഡിൽ, രണ്ട് സൈഡിലും ഇങ്ങനെ കൃഷിപ്പാടങ്ങളൊക്കെ. ഇവിടെ ഒരു കണ്ടോ, ഒരു ഏറുമാടം പോലെ ഉണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു കൊച്ചു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോയി. അവന്റെ വീടാന്ന് തോന്നുന്നു അത്. അങ്ങോട്ടേക്ക് കേറിപ്പോയി. അവിടെ കണ്ടോ മരങ്ങൾ കണ്ടോ? അവിടെ കണ്ടോ മരങ്ങളാണ്. അത് ഒരേ നിരക്ക് ഇങ്ങനെ കെട്ടി ഇങ്ങനെ നട്ടു വെച്ചിരിക്കുക. അത് ആ പൊങ്ങി കാണുന്ന ഫുള്ള് അങ്ങ് വരെ മരവാ. അത് സെയിം ലൈനില് നട്ടു വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ കൊറേ ട്രാക്ടറുകൾ ഇതുപോലെ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ട്രാക്ടർ പോകുന്നുണ്ട്. കൊറേയും ഈ ഇത് വെച്ചാണ്, അത് കച്ചിയാന്ന് തോന്നുന്നു. ഇത് വെച്ചാണ് ആ കൊറേയും പോകുന്നത്. പിന്നെ ഇവിടുന്നൊക്കെ അകത്തോട്ട് കൊറേ കൊച്ചു വഴികളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ വഴി, മൺവഴികൾ, അങ്ങനെ ഒത്തിരി ഉണ്ട്. രണ്ട് സൈഡിലും മരങ്ങൾ. ഫുള്ള് മരം. അപ്പുറത്ത് ഇത് പാടം, കൃഷി. കോളിഫ്ലവർ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. കടുകുണ്ട്. പിന്നെ നമ്മളിപ്പം കണ്ട പൂവിന്റെ ഉണ്ട്. പിന്നെ വേറെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല, നോക്കണം. വലിയ തിരക്കുള്ള വഴി. ഇത് അകത്തൂടാണ് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത്, മെയിൻ റോഡല്ല, അല്ലാണ്ട്. കണ്ടോ, അതേണ്ട ഒരു ട്രാക്ടർ വരുന്ന. കണ്ടോ, ഇതാണ് നമ്മൾ അവിടെ കണ്ട മരം കേട്ടോ. നമ്മൾ പറഞ്ഞില്ല അടുക്കി നട്ടിരിക്കണം മരം. ഇതാണ് ആ മരം. ഇതായിട്ടോ മരങ്ങളുടെ ഫുൾ വ്യൂ. ഞാനിതിപ്പോൾ സൂപ്പർ വ്യൂവിലാക്കിയത്. അന്നേരം ഇത് ഫുള്ളായിട്ട് കാണാം. കണ്ടോ, ഈ സൈഡ് മൊത്തം ഉഴുത് മറിച്ചിട്ടേക്കുക. എന്നിട്ട് ഈ സൈഡ് ഫുള്ള് ഇതുപോലെ മരങ്ങൾ. അത് നല്ല രസം കേട്ടോ. അകത്ത് മൊത്തം ചെറിയ നല്ല ഗ്രീൻ കളറിലെ പുല്ലും ബാക്കി ഫുള്ള് വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കുന്ന ആളുടെ അവരുടെ ആയിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വീടുകളും ഒക്കെയാണ്.
ഇതിങ്ങനെ ഒരു മൺവഴിയാണ് കേട്ടോ, നടക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് കുറച്ചേ ഉള്ളൂ, മറ്റേ നമ്മൾ കണ്ട ഒരുപാടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ കണ്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു, ഇത് കുറച്ചേ ഉള്ളൂ, അത്രയില്ല. ഇവിടെ വലിയ നമ്മുടെ കാടയല്ല, വലിയ ഒരു കിളി എന്തോ ഒരു സാധനം കേട്ടോ, തോണ്ടാതെ ഇവിടുന്ന് പറന്നു പോയതാ. തേണ്ട തിരിച്ചു വരുന്നത് കണ്ടോ, അത് കൂട്ടത്തോട് പറന്ന് കണ്ട. എല്ലാം ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ, നമ്മൾ വന്നപ്പോഴാണ് അതെല്ലാം കൂടെ പറന്നു പോയത്. ഞങ്ങളെ അപ്പോൾ ഇതൊക്കെ കണ്ട് ഇനി അങ്ങോട്ട് തിരിച്ച് പോവാ, കാറിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല ചെറിയ തണുപ്പ്, എപ്പോഴുള്ള പോലെ തന്നെ തണുപ്പുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ, ഈ മെഷീൻ വെച്ച് ഇതാക്കി ഇട്ടേക്കുന്നുണ്ട്, ഈ വര പോയേക്കുന്നുണ്ടോ കറക്റ്റായിട്ട് കണ്ടോ, ഇതെല്ലാം അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ വര പോയേക്കുന്നത്. നമ്മളങ്ങനെ ആടിപ്പാടി നടന്ന് കാറിൻ്റെ അങ്ങോട്ട് പോകുക. നമ്മൾ ചായ രാവിലെ കുടിച്ചില്ല, ഇഡ്ഡലി മാത്രമേ കഴിച്ചുള്ളൂ. ഇനിയിപ്പം എവിടെയെങ്കിലും ചായ കിട്ടുമോ എന്ന് നോക്കണം. പക്ഷെ 12 മണി കഴിഞ്ഞു, ഇനിയിപ്പം ചായ ആണെങ്കിലും കിട്ടുമോ എന്നറിയില്ല. കടകളിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് കയറി നോക്കണം, അല്ലെങ്കിൽ ഇപ്പം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. എനിക്കാണെങ്കിൽ ഇപ്പം ചെറുതായിട്ട് ചെറിയ തലവേദന ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം, കട വല്ലതും കിട്ടുവാണെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കാം. നമ്മൾ നടന്ന് കാറിൻ്റെ അവിടെ എത്തി കേട്ടോ, കാറിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പോകാം. നമ്മളിപ്പോൾ ചായ കുടിക്കാനൊരു കടയിൽ വന്നതാട്ടോ, ഒരു കുഞ്ഞു കട. ഇവിടെ ചായ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടുന്ന് ചായ അവരുണ്ടാക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. ഒരു ചെറിയ കടയാട്ടോ, ഇങ്ങനെ ബിസ്ക്കറ്റ് അതൊക്കെ ഉള്ള പോലത്തെ ഒരു കട. പിന്നെ ഇതുപോലത്തെ നമ്മുടെ അടുത്ത് ലേസൊക്കെ പോലെ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഇവർക്ക്. കണ്ടോ, മിക്സ്ചർ, ദാൽ ചാവൽ, നോ കൺട്രോൾ, ഇതൊക്കെ കണ്ടോ. ഇവിടെ കുർക്കുറ ഉണ്ട് കേട്ടോ, ലേസും ഉണ്ടല്ലോ. ലേസ് ഞാൻ സത്യത്തില് ഇവിടെ വേറെ കടയിലൊക്കെ നമ്മൾ നിർത്തുമ്പോൾ ലേസും കുർക്കുറയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ലേസ്, ഇതേ നമ്മുടെ ചുമല ലേസൊക്കെ ഉണ്ട്, പച്ച ലേസ് എല്ലാം ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഇവർക്ക് വരുന്നതാണ് ഈ മിക്സ്ചർ, ഇങ്ങനത്തെ കുറച്ച് സംഭവം. ചാട്ട്പട്ട, ഇന്ത്യൻ പാസ്ത, പിന്നെന്തുവാ, പൈസ, സായി ബോൾ, ഈസി ഫൺ, അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് ഇവരുടേത്. പിന്നെ നമ്മൾ സമൂസയും പറഞ്ഞു കേട്ടോ, അതിൻ്റെ ഒപ്പം ഒരു കറിയുണ്ട്, ദാല് പോലത്തെ ഒരു കറിയാണ്. നല്ല എരിവും സമൂസൊക്കെ ഒരു തന്ന കറിക്കകത്ത് കാന്താരി ആണെന്ന് തോന്നുന്നു. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് കണ്ട, ഇവരിങ്ങനെ കച്ചി ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചിട്ട് ഇരിക്കാനാണോന്നറിയില്ല ഇവിടെ വരുന്നവർക്കൊക്കെ കേട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഇവിടെ ഇരിക്കുന്നത് കണ്ട, നമ്മൾ ഈ കച്ചിയുടെ പുറത്ത് തുണിയിട്ടിരിക്കണേൻ്റെ അവിടെ കയറി നമ്മൾ. ഞങ്ങളെ അപ്പം വീണ്ടും ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം, കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെ നടക്കാൻ പറ്റും. ഇങ്ങനെ ഫുള്ള് പാടാം കേട്ടോ, ഉഴുതിട്ടേക്കോ ഫുള്ള്. ഞങ്ങളിത് കണ്ടോണൊന്ന് നിർത്തിയതാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളാട്ടോ. പിന്നെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, വേലി കെട്ടിയേക്കുക. ഇതൊക്കെ ഇപ്പോൾ ഓപ്പണായി കിടക്കും, ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് രാവിലെ നമുക്കാണെങ്കിൽ
നിന്നിടത്ത് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി കഴുകി. അതുകൊണ്ട് നല്ല വൃത്തിയായി വണ്ടി. മറ്റേ ഫുൾ അഴുക്കായിരുന്നു. അതുകൊണ്ട് എല്ലാം കുറേ ക്ലീനായി. ഒത്തിരി ഒന്നും നല്ലോണം കഴുകാൻ പറ്റിയില്ല, എന്നാലും നല്ല വൃത്തിയായി. അപ്പോഴേ നമ്മളിവിടെ ഒരു കടുകിൻ്റെ ഒരു പാടം കണ്ടോണം നിർത്തിയതാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട് കടുകിൻ്റെ പാടം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ്. അതേ കണ്ടോ, അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല രസം ഇത് കാണാം കേട്ടോ. ഇത് അപ്പം എള്ള കേട്ടോ. ഇത് എള്ള്, കടുക് ദേ ഇതാ കേട്ടോ. ഇതാണ് കടുക്. പുള്ളി പറഞ്ഞത് വെച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലായി. ഇത് കടുകും ഇത് എള്ളും. ഇത് എള്ളിൻ്റെ കുറേ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ ഈ സൈഡിൽ എള്ളും ആ പ്ലോട്ട് കണ്ടോ, അവിടെ ആണെങ്കിൽ നമ്മുടെ റൈസാണ് കേട്ടോ. റൈസും അങ്ങനെ ഓരോരോ ഇത് പ്ലോട്ടായിട്ട് ഇത് തിരിച്ചിട്ടേക്കുക. അപ്പോഴേ നമ്മളിപ്പോൾ ആ പുള്ളി ഇവിടെ കണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളി കുറേ നേരം സംസാരിച്ചു, നല്ലോണം സംസാരിച്ചു കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ മഞ്ഞപ്പൂവുള്ളത് എള്ള് ഞാൻ മുന്നേ കാണിച്ചില്ലേ, അതിൻ്റെ താഴെ നിൽക്കുന്നത് കടുകുവാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ റൈസ് തന്നെ പല റൈസുണ്ട്, ബസുമതി റൈസും എല്ലാം ഉണ്ട്. പുള്ളി അപ്പം ബീഹാറിൽ നിന്നാണ് പുള്ളി ഇവിടെ വന്ന് പണി ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്ലോട്ട് പുള്ളിക്ക് അങ്ങോട്ട് കുറേ പ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഓരോരോ ടൈപ്പ് കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പുള്ളി ഗോതമ്പ് കാണിച്ചു, ഗോതമ്പുണ്ട് ഇവിടെ. അങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ചു. പുള്ളിക്കുള്ളത് ഗോതമ്പ്, എള്ള്, കടുക് അങ്ങനെയാണ് പറഞ്ഞത്. ഇത് കണ്ടോ, അങ്ങ് ദൂരെ മറ്റേ ടൈപ്പ് മരം നിൽക്കുന്നത് കണ്ടോ ഇവിടെ ഇത്രയും. നമ്മൾ ഈ ചില സിനിമയിൽ ഇപ്പം മല്ലു സിംഗിൻ്റെ അകത്താണെങ്കിൽ പോലും കാണത്തില്ല ഒരു വീട്, അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പ്ലോട്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കട്ടിലൊക്കെ ഇട്ട് കിടക്കുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ശരിക്കും ഇവിടെ കാണാൻ പറ്റും. കാരണം ഇത്രയും കണ്ട പോലെ. എന്നിട്ട് അവിടെ അങ്ങൊക്കെ ഒരു ചെറിയ വീടുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു കട്ടിലിട്ടാൽ ഇതുപോലെ ആകും. നല്ല ലൊക്കേഷനാണ് ഇവിടെ ഫുള്ള് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് തെറ്റിയ, എനിക്ക് മനസ്സിലായത് തെറ്റിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ മറ്റേ കടുക് തന്നെയാണെന്ന് തോന്നുന്നു അത്. മഞ്ഞ കളറിലെ പുള്ളി ചിലപ്പം വേറെ ഒരു ഭാഷയിലാണ് പറഞ്ഞത്. അപ്പം മീൻസ് ഹിന്ദിയിലാണ്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഞങ്ങളിപ്പം ഗൂഗിളിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം മസ്റ്റാർഡ് ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്, ഈ ചെടി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് തന്നെ ഇനി കാറിൻ്റെ അവിടോട്ട് തിരിച്ചു പോക്കണം. കാറ് നമ്മൾ ഈ സൈഡിലിട്ടിട്ടാവും. ഇത് വലിയ വീതിയുള്ള വഴിയല്ല. അപ്പോൾ നമ്മൾ ഇവിടെ സൈഡിലോട്ട് ഒരു ഇച്ചിരി സ്ഥലം കണ്ടപ്പോൾ അവിടെ ഒതുക്കിയിട്ട് പോയതാട്ടോ. ഞങ്ങളെ അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റോഡ് കണ്ടു കേട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട്. ഒരു കവാടം പോലെ അമ്പലം, ഇവരുടെ എന്തോ ടെമ്പിൾ അലിവാൻ മെമ്മോറിയൽ അങ്ങനെ അറിയില്ല. അതിലെ പോകുമ്പോ ഒരു ഫോർട്ട് പോലെ ഉണ്ട്. ഈ റോഡ് കണ്ട ഭയങ്കര ഭംഗിയുണ്ട്. ഫുള്ള് മരം. പക്ഷേ വണ്ടി രണ്ട് വണ്ടി പോവോ ഇതില്? പോവായിരിക്കും. സ്പേസ് ഉണ്ടോ? അവരാ ഒതുക്കിയല്ല അവിടെ. അപ്പൊ ഇത് കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടി തിരിച്ചത്. കാരണം നല്ല രസമുണ്ട്. രണ്ട് സൈഡും പാടം, നടുക്കൂടെ ഒരു കുഞ്ഞു റോഡും. പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ, സൈക്കിളൊക്കെ ചവിട്ടി. കണ്ട അവര് തലയിൽ മറ്റേ കുടുംബ പോലൊക്കെ കെട്ടി. ഇത് അങ്ങോട്ട് എങ്ങനെയാ പോകുന്നത് നമുക്ക് നോക്കാം.
തുറക്കാൻ തോന്നുന്നു. ഇത് പക്ഷെ ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഇത് ക്ലോസ്ഡ് ആണ്. ഇതെന്താ തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുവാ. കേട്ടാ നമുക്കപ്പോ ഇവിടുന്ന് തിരിച്ചു പോകാം. നമ്മളിപ്പോൾ കണ്ട അലിവാൾ മെമ്മോറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ നടന്നത് അലിവാൾ വെച്ചിട്ട്. അപ്പം അതിൻ്റെ മെമ്മോറിയൽ ആയിട്ട് വേണ്ടി പണിത ആ ഒരു ഇതാണ് അലിവാൾ മെമ്മോറിയൽ എന്ന് വെച്ചാൽ. അത് പക്ഷേ ക്ലോസ്ഡ് ആണ്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അവർ ഗേറ്റൊക്കെ.